ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിന്നൂസ് വേൾഡ്. ഇന്ന് നമ്മൾ പോകുന്നത് കാക്കുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. തൃപ്പനച്ചിയാണ് അവൻ്റെ വീട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് ദിവസമായി അവരിങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാക്കു നല്ല ഡ്രൈവിങ്ങിലൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു പോരിൻ്റെ വഴിയൊക്കെ കേട്ടോ. നമ്മൾ ഒരുപാട് വർഷം മുന്നേ പോയതാണ്. കല്യാണം കഴിഞ്ഞ് ഹാദി കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷമൊക്കെ പോയതാണ്. പിന്നെ പോയിട്ടില്ല. പിന്നെ ഓനവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴൊന്നും ഓനെ മീറ്റ് ചെയ്തില്ല. ഏതായാലും നമ്മളവിടെ എത്തി. അവൻ്റെ വീട്ടിൽ ഫസ്റ്റിൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. തേനീച്ച വളർത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കൂടുകളുണ്ട് കേട്ടോ. ഒന്നൊന്നല്ല, ഒരുപാട് കൂടുകളുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഇതാ കണ്ടോ, വലിയൊരു കോഴിക്കൂടാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബശ്രീ വഴിയൊക്കെ കിട്ടിയതാണ് കേട്ടോ. ഈ ഒരു കോഴികളൊക്കെ അവൻ്റെ ഉമ്മാൻ്റെ പേർക്ക് കിട്ടിയതാണ്. ഒരുപാട് കോഴികളുണ്ട്. അതൊരു വലിയ കൂടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ നെറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഇതാ മാതള നാരങ്ങ ഉണ്ടല്ലോ, വലിയ നാരങ്ങ, അതുണ്ട് കേട്ടോ. ഇവൻ്റെ വീട്ടിൽ നിറച്ചും കൃഷികളാണ്. കൃഷി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ ആയിട്ട് അത് അങ്ങനെയുണ്ട്. അതിന് പുറമെയാണ് ഈ ഫലവൃക്ഷ തൈകളൊക്കെ ഒരുപാടുണ്ട്. സാധാരണ അല്ല, നമ്മളെ ചിക്കു, കുരുമുളക്, മാതള നാരങ്ങ, പിന്നെ പേരക്ക, അങ്ങനത്തെ ഒരുപാട് തൈകളുണ്ട്. പിന്നെ അവനിങ്ങനെ ബഡ് ചെയ്തിട്ട് ഇങ്ങനെ തൈകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് തൈകളൊക്കെ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ഒരുമിച്ച് ഉണ്ടാക്കി വയ്ക്കും. എന്നിട്ട് അവനെ സെയിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് തൈകളുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെന്തായാലും വീട്ടിലെത്തിയ പാടെ ഇവിടെ അനിയത്തി പേരക്ക മുളകിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ അവർക്കും കൂടി ഉണ്ടാക്കി കൊടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നല്ല മഴ പെയ്ത് തുടങ്ങി. ഇപ്പോൾ സമയം ഒരു 3:30-4 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് മക്കളൊക്കെ തോണിയൊക്കെ ഉണ്ടാക്കി മുറ്റത്തൂടെ ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ കണ്ട അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പോഴാണ് ഇവിടെ വാക്സിൻ സെൻറ്ററിൽ വാക്സിൻ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇതുവരെ എടുക്കാത്തവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കാക്കും അനിയനൊക്കെ പോയിട്ടോ. അനിയനും അനിയത്തിക്കും ഉമ്മക്കൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. ആ വാക്സിൻ സെൻറ്ററാണിത്. അപ്പോൾ അവിടെ നിന്ന് ടോക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സ്ട്രാ വന്ന മെഡിസിൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിളിച്ച സ്പോട്ടിൽ തന്നെ പോയതുകൊണ്ട് അപ്പം തന്നെ എടുക്കാൻ പറ്റി. അങ്ങനെ അവിടുന്ന് വാക്സിനൊക്കെ എടുത്തിട്ട് അവർ എത്തിയിട്ടോ. അപ്പോഴാണ് എനിക്ക് മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നല്ലേ, അപ്പം നമുക്കൊരു വെറൈറ്റി ഡിഷൊക്കെ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ആഗ്രഹം തോന്നി. ഞാൻ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടോ. വെറൈറ്റി ഡിഷല്ല, ഒരു പ്രാവശ്യം ഞാനിതിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. പക്ഷെ അന്ന് നാടൻ രീതിയിലൊന്നല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിവിടെ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നാടൻ രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് ഫസ്റ്റായിട്ട് വേണ്ടത് നമ്മളുടെ ഈ പൊടിണ്ണീൻ്റെ ഇലയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്ത് ഇലയാണെന്ന് പറയാൻ അറിയില്ല. നമ്മളിവിടെ പൊടിണ്ണി എന്നൊക്കെ പറയും. അതിൻ്റെ ഇലയാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇലകളൊക്കെ കുറവായിരുന്നു കേട്ടോ. കുറേ മരങ്ങളൊക്കെ വെട്ടിയോണ്ടേ. ഏതായാലും ഇലയൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എടുത്തത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി എടുത്തു 2 കപ്പ്. അതിലേക്ക് തേങ്ങ ചിരകി ഇടണം. നമുക്ക് എത്രത്തോളം തേങ്ങ ഇടണം അത്രത്തോളം ഇടാം. അത്രയും ടേസ്റ്റ് കൂടിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വൈകുന്നേരങ്ങളിൽ ചായക്കടിയായിട്ട് ഉണ്ടാക്കാം. നമ്മളെ തൊടിയിലെ മത്തനാണ് കേട്ടോ. അപ്പം ഞാൻ എണ്ണ തൂക്കാനുള്ള വാഴത്തണ്ട് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മാവൊന്ന് റെഡിയാക്കാൻ. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സാക്കി എടുക്കാൻ. ഈ ഒരു പാകമാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഇലകളുണ്ടല്ലോ, ഇതിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ പരത്തുക.
നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരും അത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്യുന്നതാവട്ടെ നല്ലത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാതും ഇങ്ങനെ വെച്ചിട്ടാണ് തീ മൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ സാധാ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ നാടൻ അടുപ്പിൽ അതുപോലെ ഇരുമ്പ് ചട്ടിയിലാണ്. അതുകൊണ്ടാണ് അടുപ്പത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മളെ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുപ്പത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പച്ചട്ടി. നമ്മുടെ നാട്ടിലൊക്കെ അപ്പച്ചട്ടി എന്ന് പറയും. ഇരുമ്പാണ് കേട്ടോ ഇത്. ഈ ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ തീ നല്ലോണം കത്തിക്കണം കേട്ടോ. ഫസ്റ്റ് ഈ ചട്ടിന്ന് ചൂടാൻ വേണ്ടിയിട്ട്. പിന്നെ തീൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. അല്ലെങ്കിൽ നാടൻ നെയ്യൊക്കെ കിട്ടണമെങ്കിൽ അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പം ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഇല ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് പൊട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുകളിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് അട എന്നാണ് കേട്ടോ പറയാറ്. ഗോതമ്പ് അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം 4-5 ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അധികം ഇല യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ഇല എടുത്തപ്പോഴേക്കും തന്നെ നമുക്കത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇവിടെ കാവലായിരുന്നു റെഡിയായി വന്നപ്പോഴേക്കും. അപ്പോൾ അവർക്ക് ചൂടോട് കൂടി തന്നെ പഞ്ചസാര കൂട്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും ഞാനും കൂടെ ചായ കുടിക്കട്ടെ.